വെൽക്കം ടു രാജസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ കറി, മട്ടൻ കറി, അതുപോലെ ബീഫ് കറി അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതായത് നമ്മളെ മാജിക് മസാല വെച്ചിട്ട് ചെയ്യുന്ന ചിക്കൻ കറി, മട്ടൻ കറിയും ബീഫ് കറിയാണിത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി, മട്ടൻ കറിയൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിൽ ചെയ്യാൻ തന്നെ നിർബന്ധമില്ല. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിൽ വെക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് വേറെ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാല എടുക്കുക. മസാല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഒന്ന് ഇതിൽ നിന്ന് മസാല എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 കിലോ ചിക്കൻക്ക് 3 ടേബിൾ സ്പൂൺ മസാല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയപ്പോൾ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടില്ല, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു തണ്ട് വേപ്പില, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കറി വെച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കറി വെക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ പണി. ഇനി കുക്കറിലും മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്തി വേവിച്ചെടുക്കുക. ചിക്കൻക്ക് അത്രയൊക്കെ മതിയാവും കേട്ടോ വേവ്. നമുക്ക് ബീഫ് കറി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മാജിക് മസാല എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ആ എണ്ണയുള്ള ഭാഗം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത്രയും വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മസാല എടുക്കുന്ന ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ കയ്യിലായിക്കോട്ടെ എന്തായാലും ഇത് നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു മസാല എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുമാതിരി ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും പോരായ്മ എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ. കുറച്ച് പോരായ്മ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കിലോത്തിനൊരു 3.5 ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 3 ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി പൊടികളൊക്കെ നമുക്ക് കറി ആയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ബീഫ് കറിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ ബീഫിന് കറക്റ്റ് ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി കുക്കറിനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുത്തുക. അതല്ലെങ്കിൽ ഒരു 8 വിസിൽ. അത് ഇറച്ചിയുടെ വേവിനനുസരിച്ചിട്ട് ഇപ്പോൾ ചില ബീഫിന് വേവിൽ വ്യത്യാസം വരും കേട്ടോ.
അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊരു ഈ ഒരു ബീഫ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വെന്ത് കിട്ടലുണ്ട്. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുത്താം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വിസിലൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടിപൊളി കറി ആയിട്ടുണ്ട്. ഇത് കുക്കറിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പോൾ ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. കുറച്ചും കൂടി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ മസാല കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയൊക്കെ ചെയ്യുന്ന മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക, ഒരല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളത് രുചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കണമെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇപ്പോൾ ഒരേകറ്റ് ഈ സമയത്ത് നോക്കണം കേട്ടോ. മട്ടൻ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാജിക് മസാല എടുക്കുക. നന്നായിട്ടൊന്ന് സൈഡിലുള്ള മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പോരായ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലോട്ട്. ഇനി നമുക്കിതിലേക്ക് മട്ടൺ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ കുരുമുളക് പൊടി ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ കുരുമുളക് ഇതേപോലെ ചതച്ചിടുന്നത് തന്നെയാണ് മട്ടൻ കറിക്ക് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മട്ടൻ കറിയിലേക്ക് മുളക് പൊടിയേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ കുരുമുളകാണ്. അപ്പോൾ നമുക്കിത് കറി അതിന് ശേഷം നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗരം മസാലപ്പൊടി ഓൾറെഡി നമ്മുടെ മസാല ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ മട്ടൻ കറിക്കും ബീഫ് കറിക്കൊക്കെ കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്നില്ലെങ്കിൽ 4 വിസിൽ അതല്ലെങ്കിൽ 6 വിസിൽ വെക്കാം. മട്ടൻ്റെ വേവിൽ ചിലപ്പോൾ ചിലർക്ക് വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയതിന് ശേഷം നോക്കുക. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുത്തുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി എന്തായി നോക്കാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ചാറ് കൂടിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി കൂടി വറ്റിച്ചെടുക്കുക. ബീഫിൽ പെരിഞ്ചീരപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ടെങ്കിൽ ഇതിലേക്ക് പെരിഞ്ചീരപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലിടുന്നില്ല. കുരുമുളക് കുറച്ച് ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട് കറിക്ക്. ഈ സമയത്ത് കറിക്ക് അധികം കട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മസാല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമല്ലേ നമ്മുടെ ഈ മാജിക് മസാല വെച്ചിട്ട് കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് കറിയും ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാജിക് മസാല വെച്ചിട്ടുണ്ടാക്കിയതാണിത്.
അപ്പോൾ ഈ ഒരു മസാല ഉണ്ടെങ്കിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സവാള അരിയാനോ വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറച്ചി മേടിച്ചതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുക്കറിലിട്ട് ഈ മസാല ഇട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്.